ഓം ശാന്തി. അർജുൻ ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ കൃഷിക്കാരന്റെ മകനായിരുന്നു. അവൻ കുട്ടിക്കാലം മുതൽ തന്നെ ആത്മീയമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. അവന്റെ വ്യക്തിത്വം മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അത്ര തന്നെ പ്രഭാവശാലിയുമായിരുന്നു. അവന്റെ ഗ്രാമത്തിലുള്ള മറ്റു കുട്ടികൾ പട്ടണത്തിന്റെ ജീവിത രീതികൾ, അവിടുത്തെ രീതികളിലെല്ലാം വളരെയധികം മയങ്ങി ജീവിക്കുകയായിരുന്നു. ഗ്രാമവാസിയാണെങ്കിലും അവരൊരു സിറ്റി ലൈഫ് പോലെയുള്ള ഒരു ഫാഷൻ ലൈഫ് സ്റ്റൈലാണ് ലീഡ് ചെയ്യുന്നത്. എന്നാൽ അർജുനെ സംബന്ധിച്ചിടത്തോളം അവൻ തികച്ചും ഒരു നാട്ടുകാരൻ മാത്രമായി. അതിരാവിലെ എഴുന്നേൽക്കുക, കുറച്ചു സമയം ധ്യാനിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് അർജുൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എപ്പോഴും പരംപിതാവുണ്ട്, ഈശ്വരൻ സദാ എൻ്റെ കൂടെയുണ്ട് എന്നൊരു ബോധ്യം അവൻ നിരന്തരം ഉറപ്പിച്ചുകൊണ്ട്. ഇത് കാണുമ്പോൾ കൂട്ടുകാരെല്ലാം അവനെ കളിയാക്കുമായിരുന്നു. എന്തിനാടാ നീ ഇങ്ങനെ ധ്യാനം ചെയ്യുന്നത്? ധ്യാനം ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരും അവരാലാകുന്ന രീതിയിലെല്ലാം അർജുനെ കളിയാക്കുകയും ആ സാധനാ മാർഗത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവരുടെ വാക്കുകളൊന്നും നമ്മുടെ അർജുനന്റെ മനസ്സിനെ അല്പം പോലും ഉലച്ചില്ല. ആ കൂട്ടരെ പീർ പ്രഷർ ഒന്നും തന്നെ അവനെ സ്വാധീനിക്കാനേ പോയില്ല. പകരം അവൻ സ്വയത്തെ പരംപിതാ പരമാത്മാവുമായി കമ്പൈൻഡ് ആണെന്നുള്ള അനുഭവം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു. അവന് അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആഴത്തുള്ള അനുഭവം ചെയ്തപ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങൾ മായയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടും അവിടെയെല്ലാം അവൻ അതിനെയെല്ലാം തരണം ചെയ്ത് മുൻപോട്ട് പോയി. മറ്റുള്ള കൂട്ടുകാർ പലതരത്തിലുള്ള പ്രതിസന്ധികളിലും പ്രോബ്ലങ്ങളിലും പെട്ട് ജീവിക്കുമ്പോഴും അർജുനൻ അപ്പോഴും തികച്ചും ശാന്തനായിരുന്നു, സന്തോഷവാനായി. ഒരു പ്രാവശ്യം അവനെ സംബന്ധിച്ചോളം ഒരു വലിയ പരീക്ഷണമുണ്ടായി. മനസ്സിനെ മോഹിപ്പിക്കുന്ന രീതിയിൽ വലിയ ഓഫറുകളുമായിട്ടൊരു ബിസിനസ് അവനെ സമീപിച്ചു. ഒരു സംരംഭം, പട്ടണത്തിലൊരു വലിയൊരു കമ്പനിയില് ഏതൊരു യുവാക്കളെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പരസ്യം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷെ അവന് മനസ്സിലായി, ഇത് പരീക്ഷണം ഒരുപക്ഷെ എന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കാം, എൻ്റെ ജീവിതത്തിന്റെ ആധ്യാത്മിക ദിശയെ തിരിക്കാൻ വേണ്ടി വന്നത് തന്നെയാണ്, വാസ്തവത്തിൽ ഇത് ശരിയല്ല എന്ന് തിരിച്ചറിയുകയും അവൻ ആ വലിയൊരു ചതിക്കുഴിയിൽപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്തു. അവൻ തീരുമാനമെടുത്തു, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് തെറ്റുപറ്റില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭഗവാന്റെ കുട്ടിയാണ്. ഈ ഒരു സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യുന്നവരാരോ അവർക്കൊരിക്കലും തെറ്റുപറ്റില്ല. ഇന്ന് സ്വയം ഭഗവാൻ നമുക്ക് നൽകുന്നൊരു വരദാനമാണ് കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ തെറ്റുപറ്റാത്ത, തെറ്റ് ചെയ്യാത്ത നിരന്തര യോഗിയായി ഭവിക്കൂ. ഏതൊരു കുട്ടിയാണോ സ്വയം ഞാൻ ഭഗവാന്റെ കൂടെ ഭഗവാനുമായി കമ്പൈൻഡ് ആണ് എന്നുള്ള അനുഭവം ചെയ്യുന്നത്, അവർക്ക് നിരന്തര യോഗി ഭവ എന്നുള്ള വരദാനം സ്വാഭാവികമായിട്ട് തന്നെ ലഭിക്കും. എന്തുകൊണ്ടെന്നാൽ എവിടെയാണോ മിലനത്തിന്റെ മേള നടക്കുന്നത് അവിടെ ആ കൂടിച്ചേരലും കൂടിക്കാഴ്ചയും സമീപതയും സാമീപ്യവും എല്ലാം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ ആര് എത്ര തന്നെ അവരുടെ മാർഗത്തിൽ നിന്നും വേർപെടുത്താൻ ശ്രമിച്ചാലും, വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചാലും, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചാലും അവർ അതിനൊക്കെ ഉപരിയായി തന്നെ ഇരിക്കും. അങ്ങനെയുള്ള ആ ആളുകൾ, തെറ്റുപറ്റാത്ത കുട്ടികൾ ആണ് ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ. അവർ തന്നെയാണ് നിരന്തര യോഗികളായ കുട്ടികൾ. എന്തുകൊണ്ടെന്നാൽ ഈശ്വരീയ സ്നേഹത്തിന്റെ അടയാളമാണ് സ്വാഭാവികമായിട്ടുള്ള ഓർമ്മ എന്നുള്ളത്. കാരണം അവരുടെ സങ്കല്പത്തിന്റെ ഒരു രോമം പോലും ഇളക്കുവാൻ ഒരിക്കലും മായയ്ക്ക് സാധ്യമല്ല. അപ്പോ കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതി ഇതാണ് അചഞ്ചലമായിട്ടുള്ളത്.
When the soul experiences itself as combined with the Supreme Father, it naturally remains in constant yoga. സ്വാഭാവികമായിട്ടുള്ള യോഗം എന്ന് പറയുന്നത് ഞാൻ ആത്മാവ് എപ്പോഴും ഈശ്വരനുമായി കമ്പൈൻഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കൊച്ചുകുട്ടി തൻ്റെ പിതാവിനോടൊപ്പം ഇരുന്നു കൊണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് വല്ല ഭയമുണ്ടോ? കളിക്കാനിരിക്കുമ്പോൾ അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ അച്ഛൻ ഉണ്ടല്ലോ, നിശ്ചിന്തമായിരുന്നു കളിക്കും. എവിടെയെങ്കിലും പോകുമ്പോൾ അച്ഛൻ കൂടെ ഉണ്ടല്ലോ, കുട്ടിക്കൊരു ഭയവുമില്ല. അപരിചിതമായ വ്യക്തികൾ, അപരിചിതമായ സ്ഥലങ്ങൾ, സിറ്റുവേഷൻ ഒന്നും കുട്ടിയെ ബാധിക്കില്ല. വൈ? അച്ഛൻ കൂടെ ഉണ്ടല്ലോ, ആ ഒരു സ്മൃതി. അതേപോലെ മിലനത്തിന്റെ എക്സ്പീരിയൻസ്, സോൾസ് ഫീൽ ആൻ ഓൺഗോയിങ് ഫെസ്റ്റിവൽ ഓഫ് ദ യൂണിയൻ വിത്ത് ദ ഗോഡ്സ്. ഈശ്വരനുമായി ഞാൻ എപ്പോഴും കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈശ്വരന്റെ സന്നോത്തിരിക്കുകയാണ്. എവിടെയായിരുന്നാലും ഭഗവാന്റെ കൂടെയാണല്ലോ ഞാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓഫീസിൽ നമ്മൾ ജോലി ചെയ്യുകയാണ്. ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്തും ശരീരം കൊണ്ട് ഓഫീസ് ഇരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അനുഭവം ചെയ്യണം, ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഈശ്വരന്റെ കൂടെ ഇരുന്നു കൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്കവിടെ ആ ജോലിയിൽ ക്ഷീണം അനുഭവപ്പെടില്ല, ടെൻഷൻ അനുഭവപ്പെടില്ല. കൂടുതൽ സ്വസ്ഥതയും ശാന്തിയും സന്തോഷവും ആ ജോലിയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത, when you don't forget God, നമ്മൾ എപ്പോഴാണോ ഈശ്വരനെ മറക്കാതിരിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും അൺഫർഗറ്റബിൾ ആയി മാറും. ഒരു മിസ്റ്റേക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുകയില്ല. അതോടൊപ്പം തന്നെ പരമാത്മാവിന്റെ കുട്ടിയായി തീരുക അടയാളം എന്താണ്? Those who are loved by God, ഈശ്വരനാൽ ആര് സ്നേഹിക്കപ്പെടുന്നു, ഈശ്വരനെ ആര് സ്നേഹിക്കുന്നു, don't have to remember him forcefully. അവർക്കൊരിക്കലും ഈശ്വരനെ ഓർമ്മിക്കേണ്ടി വരുന്നില്ല. ശ്രമകരമായൊരു പ്രോസസ്സിങ് അല്ല ഇത്. കാരണം സ്നേഹം ഏതൊരു കാര്യത്തെയും നാച്ചുറലാക്കി മാറ്റുന്നു. ഉദാഹരണം, ഇപ്പൊ നമ്മളിപ്പോ അച്ഛൻ്റെയും അമ്മയുടെയും കൂടി ഇരിക്കുന്ന കുട്ടികൾക്ക് അച്ഛനെ ഓർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാ? ഓൾറെഡി എന്നെ കൂടെ ഇരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി തന്നെ നമുക്ക് ആ ഓർമ്മ വരുന്നു. അങ്ങനെ കുട്ടികളുടെ മറ്റു വിശേഷത, ഈവൻ മായ കനോട്ട് ഷേക്ക് ദ തോട്ട്സ് സച്ച് യോഗി. അങ്ങനെയുള്ള യോഗികളായ കുട്ടികളുടെ ആ ചിന്തകളെ ഒന്ന് ഉലയ്ക്കാൻ പോലും മായയ്ക്ക് സാധ്യമല്ല. ഒരിക്കലും സാധിക്കില്ല. മക്കൾ, ഇപ്പൊ ചെറിയ ഇരുമ്പ് തരികളെ കാന്തം വലിച്ചെടുക്കില്ലേ? അതേപോലെ എന്നാൽ അശുദ്ധിയായ വസ്തുക്കളെ കാന്തം റിജക്റ്റ് ചെയ്യില്ലേ? അതേപോലെ നമ്മളും എത്ര പരിശുദ്ധമായിരിക്കുന്നു, ശുദ്ധിയായിരിക്കുന്നു, അതിനെ ഒരിക്കലും മായയ്ക്ക് ആകർഷിക്കാൻ സാധ്യമല്ല. പകരം എപ്പോഴും അവർ ഈശ്വരനാകുന്ന മാഗ്നറ്റിന്റെ കൺട്രോളിലായിരിക്കും, ആ വഴിക്കുള്ളിലായിരിക്കും, ആ മാഗ്നറ്റിക് ഫീൽഡ് അകത്തായിരിക്കും. അതുകൊണ്ട് കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ നമ്മൾ യോഗിയാകൂ, തെറ്റുപറ്റാത്തവരാകൂ, അചഞ്ചലരാകൂ, പ്രിയപ്പെട്ടവരാകൂ. ഈ അഭ്യാസം നിരന്തരം നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഫീലിങ്സ് ഉണ്ടാവും. ഞാൻ സ്വയം പരമാത്മാവുമായി കമ്പൈൻഡ് ആണ്. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈശ്വരൻ സദാ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഓം ശാന്തി.